സൈലം ലേണിംഗ് ആൻഡ് മിസ് ആണ്. സോ അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ 7th യൂണിറ്റ് ആയ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ നേച്ചർ ആ ഒരു ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു യൂണിറ്റ് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൂടെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ കോണ്ടന്റ് വീഡിയോസിലൂടെയും ഒക്കെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ആ ഒരു ഡിഫറെന്റ് മെത്തേഡ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക എന്ന് നമുക്കൊന്ന് നോക്കണം അല്ലേ. അപ്പം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നോ മീഡിയം ഈസ് റിക്വയർഡ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ ദ പ്രോസസ് ഓഫ് ഡാഷ്. അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്, അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? നോ മീഡിയം ഈസ് റിക്വയർഡ്, മീഡിയം ആവശ്യമില്ലാത്ത രീതിയിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു മെത്തേഡിന് നമ്മളൊരു പേര് പറയുമായിരുന്നു. എന്തായിരുന്നു? മീഡിയം ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? റേഡിയേഷൻ ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. ഇത് ഫിൽ ഇൻ ദി ബ്ലാങ്ക് ആ ഒരു മോഡലിലുള്ള ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് സർട്ടൈൻ ഇൻസ്റ്റൻസസ് വേർ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ദ റേഡിയേഷൻ. അതായത് റേഡിയേഷനിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് അല്ലെങ്കിൽ കുറച്ച് സിറ്റുവേഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, റേഡിയേഷൻ മൂലം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മുടെ സറൗണ്ടിങ്സിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവ ഏതൊക്കെയാണ്? അപ്പൊ കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഹീറ്റ് റീച്ചിങ് ഡൗൺ എ ഗ്ലോയിങ് ഇലക്ട്രിക് ബൾബ്. നമ്മളിപ്പോൾ വീട്ടിൽ ബൾബ് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഇലക്ട്രിക് ബൾബ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ആ ഒരു ബൾബിന്റെ ചുവട്ടിൽ നമ്മൾ കുറേ നേരം നിന്നാൽ നമുക്ക് ചൂട് അനുഭവപ്പെടില്ല. ആ ഒരു ബൾബിൽ നിന്നും ആ ഹീറ്റ് താഴോട്ട് വരുന്നതായിട്ട് നമുക്ക് തോന്നും. അത് റേഡിയേഷൻ മൂലമാണ്. ഹാച്ചിങ് എഗ് ഇൻ ആൻ ഇൻക്യുബേറ്റർ, അതായത് മുട്ട വിരിയിക്കുന്നത്. വി എക്സ്പീരിയൻസ് ഹീറ്റ് വൈൽ ബാസ്കിംഗ് നിയർ ദ ഫയർ പ്ലേസ്. അതായത് നമ്മളിപ്പോൾ വീടുകളിലൊക്കെ ആണെങ്കിൽ വീടുകളിൽ അടുക്കളയിൽ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അടുപ്പിൻ്റെ ഭാഗത്ത് കുറച്ച് നേരം ഇരുന്നാൽ പോലും നമുക്ക് എന്താണ്, നമുക്ക് ചൂട് അനുഭവപ്പെടും. ഇതൊക്കെ റേഡിയേഷൻ മൂലം ഉണ്ടാവുന്ന ഹീറ്റ് ട്രാൻസ്ഫർ മെത്തേഡിന് കുറച്ച് ഉദാഹരണങ്ങളാണ്, കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: മാച്ച് ദി ഫോളോയിങ്. ഓക്കെ, ഇവിടെ രണ്ട് സെക്ഷൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അത് നമുക്ക് മാച്ച് ചെയ്യണം. ലാൻഡ് ബ്രീസ് ബ്ലോസ് ഡ്യൂറിങ്, അതായത് ലാൻഡ് ബ്രീസ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? മലയാളത്തിൽ കരക്കാറ്റ് എന്ന് പറയും. കരക്കാറ്റ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഡേ ടൈമിലാണോ നൈറ്റ് ടൈമിലാണോ? ഏത് ടൈമിലാണ്? നൈറ്റ് ടൈമിലാണ് കേട്ടോ. അപ്പം ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത് നൈറ്റ് ടൈമിലാണ്. സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ ഏത് ടൈമിലാണ്? കടൽക്കാറ്റാണ്. സീ ബ്രീസ് ഡേ ടൈമിലാണ്. ഇനി ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ് ആർ പ്രിഫേർഡ് ഡ്യൂറിങ്. ഡാർക്ക് കളർ ക്ലോത്ത്സ് നമ്മൾ എപ്പോഴാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? യെസ്, നമ്മൾ വിന്റർ സീസണിലാണ്. അതുപോലെ തന്നെ ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് എന്ന് പറയുന്നത് നമ്മൾ സമ്മർ സീസണിലാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പം ലാൻഡ് ബ്രീസ് നൈറ്റ് ആണ്, സീ ബ്രീസ് ഡേ ആണ്. ഡാർക്ക് കളർ ക്ലോത്ത് നമ്മൾ ഏതാണ്? വിന്റർ സീസൺ ആണ്. ലൈറ്റ് കളർ ക്ലോത്ത് നമ്മൾ സമ്മർ സീസൺ ആണ്. ഇതുപോലെ മാച്ച് ചെയ്യുന്ന കാര്യത്തിലും നിങ്ങൾ ഉറപ്പ് വരുത്തായിട്ട് നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ: മാർക്ക് വേർ ദ ഹീറ്റ് ഈസ് ബീങ് ട്രാൻസ്ഫേർഡ് ബൈ കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. കണ്ടക്ഷനിലൂടെയും കൺവെക്ഷനിലൂടെയും റേഡിയേഷനിലൂടെയും ഈ ഒരു തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതൊന്ന് ലേബൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഈ ഒരു പാത്രത്തിൽ പിടിച്ചു നോക്കിയാൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ഏത് മെത്തേഡിലൂടെയാണ്? കണ്ടക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിലൂടെയാണ്. കാരണം കണ്ടക്ഷൻ നടക്കുന്നത് മെജോറിറ്റി എവിടെയാണ്? സോളിഡ് സബ്സ്റ്റൻസിലാണ്. ഇനി അതുപോലെ തന്നെ ഈ പാത്രത്തിന്റെ മുകൾ ഭാഗത്തൊക്കെ നമുക്ക് ചൂട് അനുഭവപ്പെടൂലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം തിളയ്ക്കുന്ന സമയം അതിന്റെ മുകൾ ഭാഗത്ത് നമ്മുടെ കൈ വെച്ച് നോക്കിയാൽ നമുക്ക് കയ്യിൽ ചൂട് അനുഭവപ്പെടും, നമ്മുടെ ഉള്ളം കയ്യിൽ. അപ്പൊ അതിന് കാരണം എന്തായിരുന്നു? കൺവെക്ഷൻ ആണ്. ഓക്കെ, എന്താണ്? കൺവെക്ഷൻ. ലിക്വിഡ്സിലും ഗ്യാസിലും ഒക്കെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതിന്റെ പേരാണ് കൺവെക്ഷൻ. അതുപോലെ തന്നെ അതിന്റെ സറൗണ്ടിങ്സിലും നമുക്കൊരു ഹീറ്റ് അനുഭവപ്പെടും, അതാണ് നമ്മുടെ റേഡിയേഷൻ. നമ്മൾ ഈ വിറകുള്ള അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിന്റെ സമീപത്തിരുന്നാൽ നമുക്ക് ചൂട് അനുഭവപ്പെടുത്തില്ലേ? അതേപോലെ തന്നെ. അപ്പൊ ഇത് മൂന്നും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എന്താണ് കണ്ടക്ഷൻ? കണ്ടക്ഷൻ എന്ന് പറയുന്നത് സോളിഡ്സിലാണ്. ദർ ഈസ് നോ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി മോളിക്യൂൾസ്. രണ്ടാമത്തേത് കൺവെക്ഷൻ ആണ്. ലിക്വിഡ്സിലും ഗ്യാസിലും നടക്കുന്നതാണ്. ദർ ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ അല്ലെങ്കിൽ മോളിക്യൂൾസ്. റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദർ ഈസ് നോ മീഡിയം നീഡഡ്. അവിടെ മീഡിയം ആവശ്യമില്ല. അപ്പൊ കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ
ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ധാരാളം കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഫേസ് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ നിങ്ങളെ റെഡിയാക്കുന്നതിന് വേണ്ടിയാണ് സൈലത്തിൻ്റെ ഫാൽക്കൺ ബാച്ച് ഉള്ളത്. നിങ്ങൾ കുറേ മക്കൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് മിസ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലുള്ള കുട്ടി കുട്ടി വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.